നമസ്കാരം. എന്താ കഥയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മധ്യ കേരളത്തിലെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് ഇന്ന് വിശകലനം ചെയ്യുന്നത്. എനിക്കൊപ്പമുള്ളത് പത്തനംതിട്ടയിലെ വോട്ടർമാരായ ദിലീപ് മലയാലപ്പുഴ, അശ്വതി, രണ്ടുപേരും ജേർണലിസ്റ്റുകളാണ്. പത്തനംതിട്ടയുടെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ 2008 ആണ് പത്തനംതിട്ട മണ്ഡലം നിലവിൽ വരുന്നത്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വിവിധ 7 നിയമസഭാ മണ്ഡലങ്ങൾ കൂട്ടിച്ചേർത്താണ് പത്തനംതിട്ട മണ്ഡലം രൂപീകരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ മണ്ഡലങ്ങൾ, പത്തനംതിട്ടയിൽ നിന്ന് തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ മണ്ഡലങ്ങൾ. ഈ 7 മണ്ഡലങ്ങളുടെയും പ്രധാന പ്രത്യേകത എന്നാൽ 2021 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മികച്ച വിജയം നേടിയതാണ് 7 പഞ്ചായത്തുകളും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഒട്ടുക്ക് വലിയ UDF തരംഗമുണ്ടായപ്പോഴും വോട്ട് ശതമാനം മെച്ചപ്പെടുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ച ഒരു മണ്ഡലമാണ്. 14 ലക്ഷത്തിലധികം വോട്ടുകളുണ്ട് ഇവിടെ. അതിൽ 57% ഹിന്ദു വോട്ടുകൾ, 38% ക്രിസ്ത്യൻ വോട്ടുകൾ, 5% മുസ്ലിം വോട്ടുകൾ. ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകത, നിലവിലുള്ള MP ആൻഡോ ആൻ്റണി 2009, 2014, 2019 തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് ലോക്സഭയിലെത്തിയതാണ്. 2019 അദ്ദേഹം പരാജയപ്പെടുത്തിയത് വീണ ജോർജിനെയാണ്. അന്ന് LDF MLA ആയിരുന്ന വീണ ജോർജിനെ. 2019 തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ 29% വോട്ട് നേടിയെന്നതാണ് അവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത. ഇത്തവണ BJPക്ക് വേണ്ടി മത്സരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ആണ് BJPയുടെ സ്ഥാനാർത്ഥി. LDFന് വേണ്ടി തോമസ് ഐസക്, CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, മുൻ ധനമന്ത്രി. UDFന് വേണ്ടി ആൻഡോ ആൻ്റണി തന്നെ വീണ്ടും മത്സരിക്കുന്നു. ആദ്യം ദിലീപ് മലയാലപ്പുഴയിലേക്ക് വരാം. ദിലീപ്, ഒരു LDF സ്ഥാനാർത്ഥി, LDFന് ഇന്ന് കേരളത്തിൽ മുന്നോട്ട് വയ്ക്കാവുന്ന ഏറ്റവും മികച്ച നേതാക്കളിൽ ഒരാൾ പത്തനംതിട്ടയിലെത്തുന്നു സ്ഥാനാർത്ഥിയായിട്ട്. എന്താണ് അത് ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്താണ് തെരഞ്ഞെടുപ്പ് രംഗത്ത്? LDFന് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ തോമസ് ഐസക്. ഡോക്ടർ തോമസ് ഐസക്കിലൂടെ ഈ മണ്ഡലം തിരിച്ചു പഠിക്കാം എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഒരു ഡോക്ടർ തോമസ് ഐസക്ക് മണ്ഡലത്തിൻ്റെ എല്ലാ തലത്തിലും മണ്ഡലം പിടിച്ച ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണവും ജനങ്ങളിലുണ്ടാക്കിയ സ്വാധീനവും വളരെ വലുതാണ്. ഐസക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്, ഞാൻ മാധ്യമപ്രവർത്തകനായി പത്തനംതിട്ടയിൽ എത്തുന്ന സമയത്തിന് മുമ്പ് തന്നെ അവിടെ പല ഞങ്ങളൊക്കെ സാക്ഷരതാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന നേതൃത്വപരമായ പങ്കാളിത്തം പത്തനംതിട്ടയിൽ അദ്ദേഹം വഹിച്ചു. അതിനുശേഷം ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന് ഗ്രാസ് റൂട്ട് ലെവലിൽ അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു, പത്തനംതിട്ട ജില്ലയിൽ പ്രത്യേകിച്ച്. അതായത് ഗ്രാമീണ തലത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് സഖാവ് ഐസക്ക് നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു. അങ്ങനെ പിന്നീട് മന്ത്രിയായിരുന്നപ്പോൾ പത്തനംതിട്ട ജില്ലയുടെയും സമീപ പ്രദേശങ്ങളുടെയും വികസന കാര്യത്തിൽ നിർണായകമായ പ്രഖ്യാപനങ്ങൾ നടത്തുകയും അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞുള്ളതാണ്. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, ഐസക്ക് ധനമന്ത്രിയായിരുന്ന കാലത്ത് രൂപീകരിച്ച കിഫ്ബി വഴി, അതായത് 8,000 കോടിയുടെ വികസനമാണ് ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും നടപ്പാക്കിയത്. ഇതിൽ ഭൂരിപക്ഷം പദ്ധതികളും പൂർത്തീകരിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ഈ 2 മണ്ഡലങ്ങളിലെയും 2 ജില്ലകളെയും, അതായത് പത്തനംതിട്ടയിലെയും ഈ 7 മണ്ഡലങ്ങളെയും കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഹൈവേ എന്ന് പറയുന്നത് പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ പോലെയാണ്. അതായത് പുനലൂർ മൂവാറ്റുപുഴ റോഡെന്ന് പറയുന്നത് കിഫ്ബി വഴി നടപ്പാക്കി ഏറ്റവും ദൃഷ്ടാന്തമായ വികസന കാര്യത്തിൽ ഏറ്റവും ദൃഷ്ടാന്തമായ ഒരു വികസന പദ്ധതിയാണ്. അത് ഇത് പൂർത്തീകരിച്ച് കഴിഞ്ഞു. അപ്പോൾ അത്തരം പദ്ധതികൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. വികസനം നേരിട്ട് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള പദ്ധതിയെ നടപ്പാക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്ത
ഒരു ആൾ കൂടിയാണ് പത്തനംതിട്ടയിലേക്ക് സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയായി പിന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ കളം പിടിക്കുന്നതിൽ ഐസക്ക് ഏറെ മുന്നിലാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനാണെങ്കിൽ മൈഗ്രേഷൻ കോൺക്ലേവ് നടത്തിയിട്ട് മൈഗ്രേഷൻ കോൺക്ലേവ് ഏറ്റവും കൂടുതൽ തന്നെ പറഞ്ഞാൽ മൈഗ്രേഷൻ കോൺക്ലേവ് കേരളത്തിൻ്റെ ആകെ ശ്രദ്ധ, അതായത് ഈ തിരുവല്ലയിലാണ് അത് നടത്തിയത്. അതിന് തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ വിപുലമായ ലോകത്തെങ്ങുമുള്ള പിന്നെ പ്രവാസികളുടെ മുഴുവൻ ശ്രദ്ധയെ അതിലേക്ക് കൊണ്ടുവരാനും അതുവഴി പിന്നെ ഈ മേഖലയിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് കൂടുതൽ തൊഴിൽ ലഭ്യമാക്കുന്നതിനും അതിന് മാർഗനിർദ്ദേശം നൽകുന്നതിനുള്ള വിപുലമായ ഒരു രൂപരേഖ തയ്യാറാക്കുകയും അത് പിന്നെ നടപ്പാക്കുകയും ചെയ്യുന്നതിനുള്ള പദ്ധതിയാക്കി അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അതും ഒരു നേട്ടമാകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അശ്വതി ജയശ്രീയിലേക്ക് വരാം. അശ്വതി ഏത് മണ്ഡലത്തിലെ വോട്ടറാണ്? അവിടെ പത്തനംതിട്ട മണ്ഡലത്തിലെ വോട്ടറാണ്. 3 ടേമായിട്ട് ആൻ്റോ ആൻ്റണി അവിടെ MP ആണ്. ആൻ്റോ ആൻ്റണിയുടെ പ്രവർത്തനം ആ മണ്ഡലത്തിൽ എങ്ങനെയാണ് അശ്വതിക്ക് അത് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇത്രയും വർഷത്തിനിടയിൽ പുള്ളിയെ നമ്മൾ ഇലക്ഷന് ശേഷം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ, അതുപോലും നമ്മൾ കണ്ടിട്ടില്ല, പുള്ളിയെ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ചില സമയം കളിയാക്കി പറയാറുണ്ട് ഹൈമാസ് ലൈറ്റ് മാത്രം സ്ഥാപിക്കുന്ന MP. അങ്ങനെ ഒരു ഭാഗ്യം പോലും പത്തനംതിട്ടക്കാർക്ക് MP കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ അടുത്തിടെ പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് നടത്തിയ പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് പരാമർശങ്ങൾ വിവാദമായിരുന്നു. പൊതുവെ ടെലിവിഷനിൽ പങ്കെടുക്കാത്ത അല്ലെങ്കിൽ അങ്ങനൊരു മുഖം പൊതുവെ ജനങ്ങൾക്ക് അറിയാത്തൊരു മുഖം കൂടിയാണ് ആൻ്റോ ആൻ്റണിയുടേത്. അന്ന് NIA ബില്ലുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ താൻ ഒപ്പിട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പോലും അറിയില്ല എന്ന് ഉത്തരം പറഞ്ഞ ഒരാളാണ്. അതുപോലെ SFIക്കാർ കൊന്ന കേസ് രക്തസാക്ഷികളുടെ പട്ടികമായി ഉടൻ എത്താമെന്ന് പറഞ്ഞു പോയ ആൻ്റോ ആൻ്റണിയെ കാത്തിരിക്കുകയാണ് പത്തനംതിട്ടക്കാർ. ഇന്നുവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരു MP ആണ് പുള്ളി. അപ്പോൾ പുള്ളിയുടെ വിജയം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതിൽ വളരെ സംശയം കോൺഗ്രസിൽ തന്നെ ഉണ്ടാകും. ഓക്കെ, ഇതിലിപ്പോൾ ദിലീപിലേക്ക് വന്നാൽ, ദിലീപ് ഈ 29% വോട്ട് കഴിഞ്ഞ തവണ സുരേന്ദ്രൻ നേടിയിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം PC ജോർജ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40,000 വോട്ടുകൾ പൂഞ്ഞാറിൽ നേടിയിട്ടുണ്ട്. ഈ 2 വോട്ടുകളിൽ BJP സ്വാഭാവികമായി കണ്ണുവയ്ക്കും. ഈ PC ജോർജ് ഇപ്പം BJPക്ക് NDAയിലാണ്, BJPയുടെ ഭാഗമായി, NDAയിൽ നിന്നല്ല BJPയുടെ ഭാഗമായി. അനിൽ ആൻ്റണിയുടെ ഒരു കടന്നുവരവ് എങ്ങനെയാണ് ഈ BJPക്ക് അത് ഗുണകരമാവുമോ, അല്ലെങ്കിൽ അത് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? അവിടുത്തെ ഒരു സിനാരിയോ എന്തായിരിക്കും? ഈ അനിൽ ആൻ്റണിയുടെ കടന്നുവരവ് ഒരേപോലെ കോൺഗ്രസിനെയും BJPയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അനിൽ ആൻ്റണി വന്നതോടുകൂടി കോൺഗ്രസിൻ്റെ പിന്നെ പ്രചരണത്തിനുള്ള ഒരു ആപ്പ് പോലെ ആയിപ്പോയി ഈ അനിൽ ആൻ്റണി എന്ന് പറയുന്നത് AK ആൻ്റണി, കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായ AK ആൻ്റണിയുടെ മകനാണ്. AK ആൻ്റണിയുടെ മുൻകാലങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രചരണത്തിൻ്റെ മുൻനിരയിൽ നിന്ന AK ആൻ്റണിയുടെ മകൻ തന്നെ ഇപ്പോൾ BJPയുടെ കാൻഡിഡേറ്റായിട്ട് പത്തനംതിട്ടയിൽ വരുമ്പോൾ കോൺഗ്രസ്സുകാരോട് വോട്ടർമാർ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ മതേതരത്വത്തെക്കുറിച്ച് പറയുന്നു, നിങ്ങൾ വർഗീയതയ്ക്കെതിരായി സംസാരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങളിലെ ഒരു പ്രമുഖനായ നേതാവിൻ്റെ മകൻ തന്നെ BJPയുടെ കാൻഡിഡേറ്റായിട്ട് വരുമ്പോൾ നിങ്ങൾക്കിനി എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് പ്രധാനമായിട്ടും കോൺഗ്രസ്സുകാർ തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. AK ആൻ്റണി പത്തനംതിട്ടയിൽ പ്രചരണത്തിന് വരുമോ, മകനെതിരെ പ്രചരണ രംഗത്ത് ഇറങ്ങുമോ? അപ്പോൾ ആ ചോദ്യം തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ തന്നെ AK ആൻ്റണി പറഞ്ഞത് ആരോഗ്യ പ്രശ്നമാണ് പറഞ്ഞത്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കൊടുക്കുക, അനിൽ ആൻ്റണിക്കെതിരെ സംസാരിക്കാൻ AK ആൻ്റണി പത്തനംതിട്ടയിൽ വരണം. AK ആൻ്റണി വരാൻ ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം മകൻ മത്സരിക്കുന്ന സ്ഥലത്ത് കുടുംബത്തിൻ്റെ പിന്തുണയുള്ളത് മകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ AK ആൻ്റണി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ യഥാർത്ഥത്തിൽ അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് UDFനെയും BJPയെയും ഒരേപോലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്നുള്ളതാണ് വസ്തുത. അശ്വതി, ദിലീപ് നേരത്തെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. അതായത് അനിൽ ആൻ്റണിക്കെതിരെ പ്രചാരണം നടത്താൻ AK ആൻ്റണി വരില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ആൻ്റണി തന്നെ, അനാരോഗ്യ പ്രശ്നം പറഞ്ഞു. അതേസമയം ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ അനിൽ ആൻ്റണിക്കെതിരെ പ്രചാരണം നടത്താൻ വരില്ലെന്ന് അവരും പറയുന്നു. ഇത് സ്വാഭാവികമായിട്ട് കോൺഗ്രസിനെ കൂടുതൽ ദുർബലപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? അനിൽ ആൻ്റണി നേരത്തെ കോൺഗ്രസ് കുടുംബാംഗമായിരുന്ന ഒരാളാണ്. അയാളാണ് ഇപ്പോൾ നിലവിൽ ആൻ്റോ ആൻ്റണിക്കെതിരെ മത്സരിക്കുന്നത്, അതും NDAക്ക് വേണ്ടി. അപ്പം ഈ ഒരു
കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാകുന്ന വോട്ടിൽ വിള്ളൽ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ചും പത്തനംതിട്ട മണ്ഡലത്തെ സംബന്ധിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ കൂടുതലുള്ളൊരു മണ്ഡലമാണ്. കോട്ടയത്തെ പൂഞ്ഞാർ ഉൾപ്പെടെ കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൂടുതലുള്ളതാണ്. അപ്പോൾ ഇവരുടെ വോട്ടുകളാണ് NDAയുടെയും അതുപോലെ തന്നെ UDFൻ്റെയും പ്രധാന ലക്ഷ്യം. പക്ഷേ ഈ വോട്ടിലുണ്ടാകുന്ന വിള്ളലായിരിക്കും ഈ രണ്ടുപേരുടെയും വിജയത്തെയോ അല്ലെങ്കിൽ പരാജയത്തെയോ നിർണ്ണയിക്കുന്നത്. മണിപ്പൂരിലടക്കമുണ്ടായ പ്രശ്നങ്ങളിലടക്കം ഇവരുടെ തീരുമാനം ഈ ഇലക്ഷനെ ബാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. PC ജോർജിൻ്റെ ഒരു സാന്നിധ്യം എങ്ങനെയായിരിക്കും അവിടെ BJPയുടെ ഒരു വോട്ടിംഗ് പാറ്റേണിൽ? PC ജോർജ് ശരിക്കും തൻ്റെ സ്വപ്ന മണ്ഡലമായി ഇപ്പോൾ കിട്ടിയേക്കും മത്സരിക്കാം എന്നുള്ള തീരുമാനത്തിൽ സ്വയം തീരുമാനിച്ചിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് അനിൽ ആൻ്റണി എന്നൊരു കാൻഡിഡേറ്റ് അവിടേക്ക് വരുന്നത്. അപ്പോൾ പുള്ളി എത്രത്തോളം NDAയ്ക്ക് ഒപ്പം നിൽക്കും എന്നുള്ളതിൽ എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഞാൻ വലിയ സംഭവമാണ്, BJPയുടെ ആളാണ് എന്നുള്ള ഒരു ഇതിലാണ് പുള്ളി പോകുന്നത്. ഓക്കെ. ദിലീപ് ആൻ്റണിയുടെ വളരെ ദുർബലാവസ്ഥയിലായിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, അതിന് ആ ഒരു ദൗർബല്യത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്ന തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ലോക്സഭയിലെ പെർഫോമൻസ് കൂടി ഒരു ഘടകമായിരിക്കുന്നു. ഈ ഏറെത്തവണ ലോക്സഭ അംഗമായിരുന്നിട്ടും പ്രധാനപ്പെട്ട ഈ കാർഷിക മേഖലയാണ് പത്തനംതിട്ട ഉൾപ്പെടുന്ന ഈ മണ്ഡലം. ഈ മണ്ഡലത്തിലെ കാർഷിക വിഷയങ്ങൾ ഉന്നയിക്കുക റബ്ബറിൻ്റെ വിഷയത്തിൽ റബ്ബറിൻ്റെ വിലയിടിവ്, റബ്ബറിൻ്റെ ഇറക്കുമതി, ഈ വിഷയത്തിൽ ലോക്സഭയിൽ ഒരു ചോദ്യം പോലും ഉന്നയിക്കാൻ, ആ വിഷയം ഒന്ന് അവതരിപ്പിക്കാൻ ആൻ്റണിയെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. CAA വിഷയത്തിൽ ഒഴിഞ്ഞുമാറി, CAA വിഷയത്തിൽ ചർച്ചയിൽ പോലും പങ്കെടുത്തില്ല. അതേപോലെ വന്യമൃഗങ്ങളുടെ ആക്രമണം, ഈ വിഷയം ലോക്സഭയിലെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ട ശ്രദ്ധ പെടുത്തിയിട്ടില്ല. പിന്നെ MP ഫണ്ടിൻ്റെ ഉപയോഗം വേണ്ടവണ്ണം വിനിയോഗിക്കാൻ ഈ പത്തനംതിട്ട മണ്ഡലത്തിന് വേണ്ടി വിനിയോഗിക്കുന്നതിലും ഏറ്റവും പിന്നിലായിരുന്നു ഈ MP എന്ന നിലയിൽ. ആ പെർഫോമൻസും വളരെ മോശമായിരുന്നു. അപ്പോൾ MPയുടെ പെർഫോമൻസ്, പിന്നെ ആ മണ്ഡലത്തിന് വേണ്ടി LDF സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികൾ, പിന്നീട് ഈ കാർഷിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ഈ CAA വിഷയത്തിലുള്ള കോൺഗ്രസിൻ്റെ സമീപനം, അതേപോലെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള RSSൻ്റെയും BJPയുടെയും ആക്രമണം, ഈ വിഷയങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇത്തരം വിഷയങ്ങളിൽ കോൺഗ്രസ് എടുക്കുന്ന സമീപനത്തെക്കുറിച്ച് ഉള്ള അടിസ്ഥാന തലത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചകളെല്ലാം തന്നെ LDFന് അനുകൂലമാകുന്നതാണെന്ന് എൻ്റെ വിശ്വാസം. തോമസ് ഐസക് എന്ന LDF സ്ഥാനാർത്ഥിയുടെ വരവോടെ LDFന് കൂടുതൽ മേൽക്കൈ ലഭിച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. LDFന് ഉറച്ച ബെറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുന്നു. തോമസ് ഐസക്കിൻ്റെ നയചാതുരിക്കും അദ്ദേഹത്തിൻ്റെ ജനകീയ ബന്ധങ്ങളും ഒരു വശത്ത് നിൽക്കുമ്പോൾ, അങ്ങേയറ്റം ദുർബലനായി മാറുന്ന ഒരു UDF സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം കോൺഗ്രസിനെ വല്ലാതെ കുഴക്കുന്നുണ്ട് ഈ മണ്ഡലത്തിൽ. ഒപ്പം കോൺഗ്രസിൻ്റെ BJP അനുകൂല നിലപാടുകൾ, ഇന്നലത്തെ കോൺഗ്രസ് നാളെ BJP ആകും എന്ന മട്ടിലുള്ള അങ്ങനെ ഒരു യാഥാർത്ഥ്യം കൂടി കോൺഗ്രസിനെ ഉറ്റുനോക്കുന്നുണ്ട് അനിൽ ആൻ്റണിയുടെ ഒരു രംഗപ്രവേശത്തോട്. സ്വാഭാവികമായും ഈ ഘടകങ്ങളെല്ലാം പത്തനംതിട്ടയിൽ LDFന് അനുകൂലമാകും എന്നുള്ള ഒരു വിശകലനമാണ് ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്താ കഥ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.